ഇതെന്താ കഥയെഴുത്താണോ പരിപാടി എന്നാണോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? എന്നാൽ അതൊന്നുമല്ല. കാര്യം ഞാൻ ലിസ്റ്റ് എഴുതുക സാധനങ്ങൾ മേടിക്കേണ്ടതിൻ്റെ. ലുലുവിലിപ്പോൾ ഓഫർ സെയിൽ നടക്കുകയാണല്ലോ, അതുകൊണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് അവിടെ നിന്നാകാന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ടാ ഈ ലിസ്റ്റ് എഴുതും പരിപാടിയൊക്കെ. കൂടാതെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ ബാഗിൽ മറക്കാതെ ഉണ്ടാകുന്ന സാധനമാണ് ഈ കവറുകൾ. അല്ലെ പൈസ കൊടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും കവർ വാങ്ങണ്ടേ? അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കവറൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ നമുക്ക് ലുലുലേക്ക് പോയാലോ? കാര്യം നല്ല ഓഫർ ഉണ്ട്, ഫ്ലാറ്റ് 50 സെയിലാണ് നടക്കുന്നത് എന്നൊക്കെ പരസ്യം ഉണ്ടെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ലാന്ന് വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാം. എന്നിട്ടും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളും ബഹളവും തിരക്കിന്റെ ഇടയിൽ കൂടി ഒന്ന് നടക്കാൻ, പിന്നെ നമ്മുടെ ഷോപ്പിംഗും നടക്കും, വീഡിയോ എടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ചുരുക്കി പറഞ്ഞ ഒരു വെടിക്ക് മൂന്ന് പക്ഷി. പക്ഷെ എന്റെ കിളി പോയ കാഴ്ചയായിരുന്നു ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ. എന്തോരം തിരക്കാ! ഇവിടെ എല്ലാ സാധനവും ഫ്രീ ആയിട്ട് കിട്ടുകയാണോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ആ, പോലെ പോലെ ഇത് ഇക്കാണുന്ന സാധനം കിട്ടാൻ എന്തോരം നേരാ ഞാൻ കാത്തിരുന്നതെന്ന് അറിയാവോ? ലുലുലു ഷോപ്പിംഗ് ഡേയ്സിലെ ഏറ്റവും കൂടുതൽ ഹൈ ഡിമാൻഡുള്ള സാധനമാണിത്. ഒരുവിധം ട്രോളിയൊക്കെ കിട്ടി കയറിപ്പറ്റി നേരെ പോയത് ഇങ്ങോട്ടേക്കാണേ. എഴുതി വെച്ച ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി മേടിച്ചു. അതിനുശേഷം പച്ചക്കറിയും മറ്റു സാധനവും മേടിച്ച് ബില്ലടിച്ച് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൗണ്ടറിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോഡ് ക്യൂ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ലുലുവിന്റെ ഫാഷൻ സ്റ്റോറിലേക്കാ. അവിടുത്തെ സ്ഥിതിയും മറിച്ചൊന്നുമല്ല, എന്തോ ഒരാൾക്കാരാ അവിടെ ഉണ്ടായിരുന്നത്. ഒരു പൂരത്തിനുള്ള ആളുകളുണ്ട് ഇവിടെയൊക്കെ. ഇലക്ട്രോണിക് സെക്ഷനിലാണെങ്കിൽ പറയുകയും വേണ്ട, ആളുകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. സത്യത്തിൽ ഈ ഓഫർ സെയിലിന് ഓഫർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമാണ് എൻ്റെ ഉത്തരം. കാരണം പലതിനും ഡബിൾ പൈസയാണ്. അതിൽ നിന്നാണ് ഈ 50% ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. എന്നാൽ ചില പ്രോഡക്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് താനും. എന്തായാലും ഈ 4 ദിവസം കൊണ്ട് യൂസഫ് അലി കുറേ നേടുന്നുണ്ട്. അത്രക്ക് കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ആളുകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നേ. പലരും വെറുതെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ പോലും നന്നായിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെയൊക്കെ കയ്യിൽ വലിയ വലിയ ഷോപ്പിംഗ് ബാഗുകളാണ് കണ്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല, മെൻസിന്റെ ഷൂ സെക്ഷനിലൊക്കെ ആളുകൾ കുറച്ച് കുറവായിരുന്നേ. കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നാ പറഞ്ഞത്. ആളുകൾ തീരെ ഇല്ല എന്നല്ല, അത്യാവശ്യം ആളുണ്ട്, പക്ഷെ കുറവാണ്. എന്നാൽ അതിനു വേണ്ടി ബില്ലടിക്കുന്നിടക്കുള്ള ഒരു ക്യൂ കണ്ടോ നിങ്ങൾ? എന്തോരം ക്യൂവാ! ഇലക്ട്രോണിക് സെക്ഷനിലാന്ന് വെച്ചാൽ പറയുകയും വേണ്ട. ഒരു പൂഴി വാരി എറിഞ്ഞാൽ താഴേക്ക് വീഴൂല എന്നുള്ള അവസ്ഥയായിരുന്നു അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാല് ലുലുവില് ആളുകളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. അത് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഫ്ലാറ്റ് 50 സെയിലിന് നല്ല കച്ചവടം തന്നെയാണ് ലുലുവില് നടന്നതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ യൂസഫ് അലിക്ക് കുറച്ച് പൈസ കൂടി നമ്മൾ കൂടി കൊടുത്തതിന് ശേഷം മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.